ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. എന്റെ ഓരോ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച ആ തെങ്ങുകളുടെ ഓല പോകുന്നതും എന്റെ മുടി പോകുന്നത് ആവശ്യം ഒന്ന്. രാവിലെ ഞങ്ങളുണ്ടല്ലോ ലക്ഷദ്വീപില് ഉറക്കം എഴുന്നേറ്റിട്ട് ഓടാൻ പോയി. ഐ മീൻ നടക്കാൻ വന്ന് 5:30 മണിക്ക് തുടങ്ങിയതാണ്. ഇപ്പം 6-6:30 മണിയായി. സൺറൈസ് കാണാൻ പറ്റിയില്ല കാരണം ഭീകരൻ മേഘം പിന്നെ ഒടുക്കത്തെ കാറ്റാണ്. അതാ നമ്മളെ കാറ്റ് കൊണ്ടുപോവുകയാണ്. സത്യം നോക്കിയാണ് ഓലയൊക്കെ ഒരു സൈഡിലോട്ട് ചാഞ്ഞ് കിടക്കുന്നത്. ഇതാണ് ലക്ഷദ്വീപിലെ അഗത്തി ഐലൻഡിലെ ഒരു രാവിലെ ഗൈസ് നോക്ക് ഗൈസ്. ഹായ്, എന്താടാ ഈ ഉണ്ട? വർഷയ്ക്ക് കൊണ്ട് കൊടുക്കട്ടാ, നിക്കർ ഇട്ടോണ്ട് പോവാന്ന്. എന്താ ഇത് സാധനം? ആരാ നീ? എന്തോ ഉണ്ടാണ് കേട്ടാ. പുറത്തിടും. അവിടെ പോട്ടി. ഓക്കെ, രാവിലെ തന്നെ ഒരെണ്ണം നിന്ന് ചൂണ്ടയിടുന്നു. ഇവിടെ ഉള്ള ആൾക്കാരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂണ്ടയിടലും പിന്നെ ടൂറിസമാണ്. ഇപ്പം ചൂണ്ടയിടുന്നൊക്കെ ആൾക്കാർ മാറി കംപ്ലീറ്റ്ലി ടൂറിസത്തിലോട്ട് വന്നോണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്റെ പൊന്നടാവ്, എന്തൊരു കാറ്റ് ഗൈസ് ഇവിടെ. വേണ്ട, അതാണ് നോർത്ത്, ഞാൻ നിക്കണ സൗത്ത്. ഇത് ഈസ്റ്റ് അല്ല, ഇത് ഈസ്റ്റ്, അത് വെസ്റ്റ്. ഇന്ത്യയുടെ തല അങ്ങോട്ടാണ്, കേരളം ഇങ്ങോട്ടാണ്. അപ്പോ ഈ കാണുന്ന മേഘങ്ങളൊക്കെ കാറ്റടിച്ച് കേരളത്തിലോട്ടാണ് വന്നോണ്ടിരിക്കുന്നത്. പറഞ്ഞു വിട്ടേക്കാണ് ഗൈസ്. ഈ മേഘമൊക്കെ ഞങ്ങൾ തിരുവനന്തപുരത്തേക്കും കൊച്ചിയിലേക്കും മലപ്പുറത്തേക്ക് കാസർഗോഡ് അങ്ങറ്റം പോലെ ഇങ്ങറ്റം വരെയുള്ള എല്ലായിടത്തേക്ക് പറഞ്ഞു വിട്ടേക്കാണ്. നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു വിട്ട മേഘം കാരണം മഴ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. അതെ, ബാക്കി മേഘങ്ങളെ ഞങ്ങൾ ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് മേഘങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ബ്യൂട്ടിഫുൾ മോർണിംഗ് ടു ഓൾ ഓഫ് യു ഗൈസ്. അതെ, ഞാൻ ജീവിതത്തിൽ ഓടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് പാത്തും കൂടെയാണ് ഗൈസ്. കാരണം നോക്കിയേ, അവിടെ കടല്, ഇവിടെ കടല്, നടുക്കൂടെ റോഡ്, ചുറ്റും തെങ്ങ് ആൻഡ് പ്രകൃതി രമണീയം. ഓ, തകർത്ത് ഗൈസ് ഇന്നത്തെ മോർണിംഗ്. ബ്യൂട്ടിഫുൾ മോർണിംഗ്, ഒരു രക്ഷയില്ല. അപ്പോ അങ്ങനെ നമ്മൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി ഞങ്ങൾ ബാക്കി പരിപാടികൾ കാണും. നമ്മൾ നടന്ന് വന്നപ്പോഴേ ഗൈസ്, ഇതാണ് ലക്ഷദ്വീപിലെ കിണറെന്ന് തോന്നാം കേട്ടാ. പക്ഷെ ഗൈസ്, ഈ വെള്ളവും ആ കടലിലെ വെള്ളവും ഏകദേശം സെയിം ലെവലാണ്. ഇത് ഉപ്പുവെള്ളമായിരിക്കും അവിടെ, ഉപ്പുവെള്ളമായിരിക്കും അല്ലേ? നോർമൽ വെള്ളം കിട്ടുന്ന സ്ഥലം. ഓ ഗൈസ്, ഇതൊരു അത്ഭുതകരമായ സ്ഥലം പോലെ തോന്നുന്നേ. ഇന്നലെ ഞാൻ പറഞ്ഞെങ്കിലും ഒന്നുകൂടെ എടുത്ത് പറയാണ്. ഒരു നമ്മൾ ഫോറിൻ ടൂറിസ്റ്റ് സ്പോട്സുകളൊക്കെ കാണുമ്പോൾ മെഡൂസയുടെ മുടിയാണ്. ഗ്ലാൻഡിലാണ് ഗൈസ്, ഗ്ലാൻഡിലാണ്. പ്രായം ആവണേനുണ്ട് താഴെ. ആട്, ഇത് ആടറാ, ആട് ആടല്ല ഗൈസ്, ശരിക്കും ലക്ഷദ്വീപിലെ ആട്. അപ്പോ എടാ, ബാലി വിയറ്റ്നാം ഒക്കെ പോകുമ്പോഴേടാ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ക്വാളിറ്റിയിലുള്ള ബീച്ച്. പിന്നെ മലയാളികൾക്ക് ഇതിവിടെ മലയാളമാണ് ഭാഷ, ഇതൊരു വലിയ പ്ലസ് പോയിന്റ് ആണ് ഗൈസ്. ആട് 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 ആടേ 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 നില്ലാടേ. ഇതെന്തിനാ ഇതിന്റെ വാക്കിങ് ഇത് കൂട്ടുകയാണല്ല. അടാച്ചി, അടാപ്പി, യു ആർ ട്രാപ്ഡ്, യു ആർ ട്രാപ്ഡാ. ഹലോ ഹലോ, ഞാൻ ചെയ്യൂലടാ. മുട്ടനാടാണെന്ന് തോന്നുന്നു കേട്ടാ. പെണ്ണാടാണ്. ഓ, അകിടൊക്കെ ഉണ്ടല്ലേ. പൊക്കോ. ഇവിടെ ആട്ട് ഫാം ആണെന്ന് തോന്നുന്നു. ഇത് പെണ്ണാടാണെന്ന് തോന്നുന്നു കേട്ടാ. ഹലോ, പേടിക്കണ്ട. കേരളത്തിൽ നിന്ന് വന്നത്, മലയാളം കേരളത്തിൽ നിന്ന് വന്ന മക്കളെ. ബാബാ തൊട്ടോ സുഹൃത്തുക്കളെ, രാവിലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇറങ്ങിയതാണ് ഞങ്ങൾ. ഓക്കെ, നിങ്ങൾ ഇനി കുറച്ചുകൂടെ നടക്കട്ടെ. സുഹൃത്തുക്കളെ, രാവിലെ ഓടി തളർന്ന് വന്ന ഞങ്ങളെ വരവേൽക്കാനായി ഇതാരാ? കണ്ണും ചിമ്മി തളം തുള്ളി കണ്ടോ കണ്ണാടി പോലെ നീ സ്റ്റൈലല്ലേ,
കണ്ണാടി പോലെ രാവിലെ ശല്യങ്ങളെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് ഇതിന്റെയൊക്കെ വാത്താളം കേൾക്കണമെന്ന്. ആണല്ലേ? നീ ഒന്നും രാവിലെ എഴുന്നേക്കൂലടാ എന്തു? ആണാ? അത് രാവിലെ ഞാൻ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഞാൻ ഓടാൻ വരണോ. രാവിലെ തന്നെ കോള് വന്നാണല്ലേ എഴുന്നേറ്റത്? ആ എന്നോട് വന്ന് പറഞ്ഞു നന്ദിചേട്ടൻ വരണില്ല. ഞാൻ പിന്നെ പോണോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ സൊല്യൂഷൻ ആയപ്പോ പിന്നെ എന്തായാലും ഉറങ്ങാൻ പറ്റും. ഞാൻ ഇന്ന് 4:58 പോണം. എന്നിട്ടാ 5 മണിക്ക് എന്നാ 59 എന്നെ വിളിച്ചുണർത്തി. ഇപ്പൊ അലാറം അടിക്കുവന്ന്. നമ്മളിന്നലെ 10:30 കിടന്നില്ലേ? 10:45. നന്ദിചേട്ടാ ഞാൻ സ്വപ്നം കണ്ടാണ് ഉണർന്നത്. നീ പറയൂല. ഒരു വ്യത്യസ്തമായ സ്വപ്നമാണ്. അതെ, വ്യത്യസ്തമായ സ്വപ്നമാണ് സുഹൃത്തുക്കള്. നീയുണ്ട്, നീയൊക്കെ ഉണ്ട് ഈ സ്വപ്നത്തിനകത്ത്. ഞങ്ങൾ ചായ കുടിക്കട്ടെ. രാവിലത്തെ ഓട്ടത്തിന് ശേഷം സുഹൃത്തുക്കളെ ഒരു 10-10:30 ആയപ്പോൾ ഞങ്ങൾ കോസ്റ്റ്യൂം, ആക്ച്വലി ഓടായിട്ടിരുന്ന ഇതാണെന്ന് തോന്നുന്നു. അല്ല, ഇതല്ല, കോസ്റ്റ്യൂം മാറി ഇറങ്ങിയിരിക്കുകയാണ് സ്കൂബ ചെയ്യാൻ. ഹലോ അന്തു, റെഡിയാണാടാ സ്കൂബ ചെയ്യാൻ? എവനെ മുക്കുവോ നീ? അവനെ കൊണ്ടുപോകണില്ലേ? അപ്പൊ ഇവനെവിടെ കൊടുക്കും? ആണോ? ഓ, അപ്പൊ രണ്ടുപേര് പോയി ചെയ്തിട്ട്. ഓ, ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ ആദ്യം പോണോ? നല്ല മൂഡിലാണെങ്കിൽ നിങ്ങൾ ആദ്യം പോയിട്ട് അതായിരിക്കും നല്ലത്. ഓക്കെ. ഇനി ബ്രീഫിംഗ് ആണോ? ഞങ്ങൾ പഠിക്കട്ടെ സ്കൂബ ഡൈവിങ്ങിനെ പറ്റി. ഇതിനൊക്കെ ഇത്രയും ഇൻഫർമേഷൻ. എടി നിന്റെ ആദ്യത്തെ സ്കൂബയല്ലേ? നിന്റെ ആദ്യത്തെ സ്കൂബയല്ലേ? എടാ നിന്റെ ആദ്യത്തെ സ്കൂബയാണോ? എടാ ഞാൻ മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളതായിട്ടുള്ള. ഓക്കെയാണ്. അവര് ടെൻഷൻ അടിക്കണ്ട. ഇക്വലൈസേഷൻ എങ്ങനെയാണ്? ഇതെന്തരാണ്? ഏത്? ഇത് നോട്ട് ഓക്കെ. ഓക്കെ, ഡൗൺ സെറ്റ് ആണല്ലേ? വായിക്കൂടെ എടുത്ത് വായിക്കൂടെ വിടുക, മൂക്ക് പിടിക്കുക. അത് നമ്മൾ എയറോപ്ലെയിനിൽ കയറുമ്പോൾ ചെവി ഇങ്ങനെ അടയൂലേ? ആ അടയുന്ന സമയത്ത് നമ്മൾ മൂക്കി പിടിച്ചിട്ട് വന്നടിക്കുമ്പോഴത്തേക്കും തുറന്നു വരൂലേ? ആ സെയിം സെറ്റപ്പാണ്. ഇവിടെ പിടിച്ചിട്ട് മൂക്കി പിടിക്കരുത്. ഇവിടെ പിടിച്ചിട്ട് മൂക്കി കൂടെ ശ്വാസം വിടണം. മൂക്കി പിടിക്കരുത്. എവിടെ മിക്കവാറൊന്നും മുങ്ങിപ്പോകും കേട്ടാ. പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റൂല. മകളെ നീ പേടിക്കണ്ടടാ. പേടിച്ചിരുന്നു. റെഡിയാണോ നീ? അവരൊന്നുകൂടെ അടിക്ക്. ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് സെറ്റായിട്ട് ഇറക്കുള്ളൂ. പേടിക്കണ്ട. നിനക്ക് ടെൻഷൻ ഉണ്ടാ? ഇക്വലൈസേഷൻ എങ്ങനെയാണ്ടാ ചെയ്യണത്? ഇതെന്തരാണ്? ഇതെന്തരാണ്? അപ്പൊ അറിയാം. സെറ്റാണ്. താഴെ കൊണ്ടു വാ. ഇവിടെ അണ്ടർഗ്രൗണ്ടിൽ പോവാ ആഗ്രഹിച്ചിരിക്കണത്. നോക്കുമ്പോ താഴെ ഇന്നലെ കണ്ട ആമേരെ കൂടെ പോണേ നമ്മള്. ഇവ ഇവിടെ പറന്നു പോണ. ഗൈസ്, ഇവർ കൂടെ ഇരിക്കുമ്പോഴേ എനിക്ക് എൻ്റെ ഫസ്റ്റ് സ്കൂബ ഡൈവിംഗ് എക്സ്പീരിയൻസ് ഓർക്കുന്നു. പക്ഷെ നിങ്ങൾ എന്നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര ചില്ലാണ് കേട്ടോ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയിട്ട് വന്നിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഓക്കെ ഓക്കെ. പാറു പോയിട്ട് വരട്ടാ. ഓ അതെ, നമ്മൾ പൊളിക്കും. അതോടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊളിക്കും. ഗൈസ്, 2 ട്രിപ്പ് അല്ല, 1 ട്രിപ്പിൽ തന്നെ നമ്മൾ എല്ലാരും പോണ. നന്ദു, നിന്റെ ആദ്യത്തെ സ്കൂബയുടെ എടാ. പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്കൂബ ഡൈവിംഗ് സ്പോട്ടുകളിൽ ഒന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ കോവളത്തുണ്ട്, പക്ഷെ അവിടെ അത്ര അത് എന്ന് പറഞ്ഞാൽ നമ്മളവിടത്തെ നാട്ടിലെ പൊല്യൂഷൻ കാരണം നമ്മൾ നീന്തി പോകുമ്പോൾ മിൽമ കവറൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഭയങ്കര പ്യുവർ സീ ആണ്. ടെൻഷൻ ഉണ്ടോ? ഓക്കെ, ഒന്നുകൂടെ ഈക്വലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നോട്ട് ഓക്കെ. ഓക്കെ, ഇപ്പൊ മേള എടുത്തോണ്ട് പോകുന്നില്ല. ഓക്കെ, നോട്ട് ഓക്കെ. ഡൗൺ, അപ്പ്,
ഓക്കെ, ഇത്രയും പഠിച്ചാൽ മതി. ഗൈസ് എനിക്കുണ്ടല്ലോ ഈ ഹെഡ് ബാൻഡ് വെച്ചിട്ട് മുടി ഒതുക്കാൻ ഭയങ്കര സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി പിരുന്ന് കിടക്കുകയാണെങ്കിൽ ഇത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഡീസന്റ് ലുക്ക് ഉണ്ടല്ലേ. ഇതീ കാണുമ്പോ കുറച്ചിങ്ങനെ പന്തം കണക്കിരിക്കണം, പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമുണ്ടെന്നാണ് സുഹൃത്തുക്കളെ അഭിപ്രായം കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഈ ബോട്ടിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ആഴക്കടലൊന്നുമില്ല, നമ്മള് ലിന്റെ അങ്ങേ കരയിലായി നേരം വെളുക്കുന്ന വീട്ടിൽ. ഗൈസ് ഇതിലായിരിക്കും നമ്മൾ പോണത്, പൊളിക്കും നമ്മൾ. ഓ ഗൈസ് ഹെവി സീനാണ് കേട്ടാ. പറഞ്ഞാ കിണ്ണം കാച്ചിയ വെള്ളത്തില് എന്ത് ക്ലാരിറ്റി എന്ന് നോക്കണേ നിങ്ങൾ ആ വെള്ളത്തിന്. എടാ നന്ദുവേ പതുക്കെ കയറി. ഓയ് എന്താ വല പിടിക്കാൻ പോണ. കമോൺ പാറു, യു ക്യാൻ ഡു ഇറ്റ്. ഓ കമോൺ കമോൺ കുഞ്ഞാ. പിന്നെ പിടിച്ചിട്ട് ചാടി കയറ്. കയറി 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 കയറി. യെസ്, സിമ്പിൾ ആയിട്ടൊക്കെ കേറി വരണല്ലേ. ആരാ അമ്മ. ഗൈസ് ഇത് കഴിയുമ്പോഴത്തേക്കും ഉപ്പ് വെള്ളവും വെയിലും ഒക്കെ അടിച്ച് ഞങ്ങൾ അതെ ഞങ്ങൾ കരിഞ്ഞു പോകും. ഇപ്പൊ ഉണ്ടായിരിക്കുന്നുണ്ട് കേട്ടാ. ആണല്ലേ, ഇന്നലെ വെള്ളത്തിൽ പോയതിന്റെ ക്ഷീണം മാറിയില്ല. ഹായ്, എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടാ. ബൈ ബൈ. ഇതൊക്കെ ആരാടാ? ഇതെന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മയൊക്കെ കൊടുത്തു പോണ? നമ്മൾ ഗൾഫിലോട്ട് ടൂർ പോവേണ. ഓ വേണ്ടടാ. ഓ ഈ നിങ്ങൾക്ക് വയ്യാന്ന് കേട്ടോ, എപ്പോഴും വെള്ളത്തിൽ തന്നെ. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടാ. നിങ്ങൾ 3 പേരുടെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. എന്തരടാ ആണോ? അത് എപ്പോഴും സ്ഥിരമായിട്ടാണ്. അതാവും അതാവും. പക്ഷേ ബേബി സൺസ്ക്രീൻ ഇടാൻ എനിക്ക് അറിഞ്ഞൂടാ. സ്കിന്നൊരു അബ്സോർബന്റ് ആണ്, പക്ഷെ സ്കിന്നി ഇടുന്നേക്ക് അത് അബ്സോർബ് ചെയ്യും. ആണല്ലേ, അവന് ഇടണ്ട. അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് പൊതിഞ്ഞു കൊണ്ടുപോകണം. ഓക്കെ, വെള്ളം തെറിക്കണം. നമ്മൾ അവിടെ എത്തട്ടെ സുഹൃത്തുക്കളെ. ഇതാണ് നമ്മുടെ ബോട്ട്. നീ വർക്കല ഉള്ളടാ? നീ എവിടെ ഉള്ള? ഇവിടെ ഉള്ളത്. പേരെന്താ? കോവളത്ത് വന്നിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, സ്കൂബ ചെയ്തിട്ടുണ്ട്, അൺബോക്സിംഗ്. ആണല്ലേ, അടിപൊളി. നിന്റെ പേരെന്താ? സുകേഷ്. അയ്യോ ഓക്കെ, ഇപ്പൊ ഞങ്ങൾ അങ്ങെത്തട്ടെ. അത് സ്കൂബ ഡൈവ് ഫസ്റ്റ് ടൈം ആണോ? ഇൻസ്ട്രക്ടർ ആണോ? അല്ല, ഇപ്പൊ ഇതിന്റെ ഉള്ളതാണ്. ഓക്കെ 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 ഓക്കെ, പഠിക്കുകയാണ്. അതെ അതെ, ഇൻസ്ട്രക്ടറുടെ വൈഫാണ്. അല്ലല്ല, മനസ്സിലായി. ഇത് കാണിച്ചു കഴിഞ്ഞാൽ മേളിൽ കൊണ്ടുപോകും കേട്ടാ. ഓക്കെ, ഈ കാണുന്ന ഡാർക്ക് സ്പോട്ട് ഉണ്ടോ? അതാണ് നമ്മുടെ കോറൽ. അതിന്റെ ചുറ്റുമാണ് നമ്മൾ ഡൈവ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇനിയിപ്പം ഈ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങും. ആദ്യം ആരിറങ്ങും? എന്റെ കൂടെ ഇറങ്ങൂലേ ഇപ്പൊ നീ? ആണാ, പിന്നെ ഇറങ്ങണില്ലേ എന്റെ കൂടെ? അല്ലേ? അതാ ആ സ്പിരിറ്റാണ് വേണ്ടത്. നിനക്ക് തോന്നില്ലേ? ഓയ്യോ, പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ ഞങ്ങളെല്ലാം ഇരിക്കുകയല്ലേ. ധൈര്യമായിട്ട്. ഓ, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയിട്ടോ? ഒന്നും പറയണ്ട, ഉറങ്ങണം. അവര് ഉറങ്ങട്ടെ. പക്ഷേ ഇതിപ്പം ടെൻഷൻ കൂടുതൽ നിന്റെ മുഖത്താണ് കേട്ടാ. ഇവളുടെ അത്ര ഇല്ല. ഉണ്ട്, നിന്റെ കൂടെ എപ്പോഴും ആള് കാണും. ക്യൂട്ട്നെസ് അങ്ങ് വാരി എറിയണം അവൻ. പക്ഷെ അതുപോലെ അവന്റെ വയറ്റിൽ എറിഞ്ഞിരുന്ന കുഴപ്പമില്ല. കോൺസ്റ്റിപ്പേഷൻ ആടാ. അല്ല, ഇതുവരെ ഇട്ടിട്ടില്ല. അല്ല, ഞാൻ അതിൽ കൺസേൺ ആണ്. അവനൊരു കൺസേൺഡ് ഫാദർ ആണ്.
അല്ല നീ അല്ലേ ക്യൂട്ട്നെസ് എന്ന് പറഞ്ഞ കൊച്ച്. കൊച്ചെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വെള്ളത്തിന്റെ അകത്ത് വെച്ചാണല്ലേ ഡ്രസ് ഇടിക്കണത്? ഓ ഇവിടെ ചുമന്നോണ്ടതേ നല്ല വെയിറ്റ് ഉണ്ട് അതിന്. അതെ ഗൈസ്, ഭയങ്കര രസമുള്ള ഏർപ്പാടാണ് കേട്ടോ. ഇതെല്ലാം ചെയ്യണം. ഒരു വൈബ് അല്ലേ എന്നും പറഞ്ഞ് ഇറങ്ങി കൊടുക്കും. ചേട്ടൻ വെള്ളത്തിന്റെ മണ്ടയിലും നീ താഴോട്ട്. ചേട്ടൻ പറഞ്ഞ കല്ലെടുത്ത് വെള്ളത്തിലോട്ടിരുന്ന ലാഘവത്തോടു കൂടി വർഷ വെള്ളത്തിന്റെ അടിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും മറ്റേ സൂപ്പർ ആയിട്ട് നീന്തല്ലേ അറിയാതെ ഞാൻ കണ്ടു. അതുകൊണ്ടാണ് എന്റെ പേടി. എനിക്കറിയാം നല്ലപോലെ. എന്തൊരു നിനക്ക് നല്ല വെള്ളത്തോട്ട് അറിയാവോടാ? ഞാൻ നീന്തലൊക്കെ പഠിച്ച എക്സ്പെർട്ടാണ്. എപ്പ എന്ന് മുതല്? ഗൈസ് ഇറങ്ങണ ഒരു കാര്യം കാണിച്ചു തരാവേ. ഇത്രയും ഒരു 10 മിനിറ്റ് ഇവിടെ ഇരുന്ന് കാണും. ഇതെന്താടി ഇത്? ടാൻ ലൈൻ നോക്കിയടാ. തണുത്ത വെള്ളം കേട്ടോ. ഞാൻ റെഡി ആയിട്ട് പോയിട്ട് വരാം. കാർത്തിക് ഇതാ പണി തുടങ്ങിയിരിക്കുകയാണ്. അണ്ണനാണ് പണി തുടങ്ങിയത്, ഞാൻ വെറുതെ നിൽക്കുകയാണ്. കാർത്തിക്കിന്റെ വെയിറ്റ് കാരണം വള്ളം ഒരു സൈഡിലേക്ക് നീ വരുമ്പോ ചരിയാതിരിക്കട്ടെ കേട്ടാ. നീ വള്ളം മുക്കോടാ. അടിയിലൊന്ന് അനോകേസ് പറയല്ലേ. കാർത്തിക്കിനെ കൊണ്ട് അവിടെ പോയി വർഷ ഇതാ. പക്ഷെ മുറുക്ക പിടിച്ചോണം. കാർത്തിക് ഇതുകൊണ്ട് അവിടെ മുങ്ങി. നമ്മളെ ഇൻസ്ട്രക്ടറും ഭാര്യ എന്തോ അവിടെ മുക്കറിയിട്ടോണ്ടിരിക്കുന്നു. ആ കാർത്തിക് പോയി 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 കണ്ടുവിടാം. ആ ചെറുതായിട്ട് ഇപ്പൊ മങ്ങി. കോറലേത് കാർത്തിക് ഏതെന്ന് അറിഞ്ഞൂടാ. ഗൈസ് ഞാൻ കേറി എത്തി. വർഷം എത്തി അല്ലേ? ഇഷ്ടപ്പെട്ട ഗൈസ് ഞങ്ങൾ അണ്ടർ വാട്ടർ വെച്ച് ഹാർട്ടൊക്കെ കൊടുത്തു, ഐ ലവ് യു ഒക്കെ കൊടുത്തു. ഇനി ഇത് കഴിഞ്ഞിട്ട് നന്ദൂര് ടേണാണ്, ഭാരവിന്റെ ടേണാണ്. ഓക്കെ, ഫസ്റ്റ് ടൈം സ്കൂബ ഡൈവർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? റെക്കമെൻഡ് ചെയ്യുമോ മാഡം ഇതെല്ലാവർക്കും? താഴ്ചയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തോന്നു? ആ ഈ നമ്മളിങ്ങനെ ഇങ്ങനെ ആക്കുമ്പോ അകത്ത് കയറി പോണ കോറല് കണ്ടായിരുന്ന? അയ്യോ ഞാൻ അടുത്തൂടെ പോയപ്പോഴേ ഇങ്ങനെ കാണിച്ചപ്പോഴത്തേ ഒരു കോറൽ ബ്ലിപ്പ് എന്ന് പറഞ്ഞ അകത്ത് കയറിപ്പോയി. അതാണോ ചേട്ടൻ കാണിച്ചു തന്നാ? ചേട്ടൻ എന്തോ കൈ ഇങ്ങനെ കൊണ്ടുപോണ അതാണോ കാണിച്ചു തന്നെ എനിക്ക്? ഏതോ ഹോള് മറ്റേ ഇങ്ങനെ ആക്കുമ്പോ മറ്റേ അകത്ത് കയറി പോണ കോറല് കാണിച്ചു കൊടുത്താ? അത് കണ്ടില്ല. അയ്യോ ഇഷ്ടപ്പെട്ടല്ല. ഹൈഫൈ. പക്ഷെ നിനക്ക് ഹൈറ്റ് പേടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് നിനക്ക് അത്ര പേടിയില്ല. അന്ന് ബഞ്ചി ചെയ്തപ്പോ അതോ ഉണ്ടോ? ഞാൻ മേളിൽ വന്നിട്ട് ചേട്ടനോട് ചോദിച്ചു ഈ ചെവി വേദന വന്നാ കുഴപ്പമുണ്ടാ, വേറെ വല്ലതും പറ്റും? അപ്പൊ ചേട്ടൻ പറഞ്ഞു വേദന ഒരു ദിവസം നിൽക്കും. ഞാൻ പറഞ്ഞു ഒരു ദിവസം ഭയങ്കര രസമുള്ള പറയണ. ഇനി ഞങ്ങൾ കൊച്ചിനെ ഹാൻഡിൽ ചെയ്യട്ടെ. അപ്പോഴത്തേക്കും പാറു നന്ദു നീ ഇതിന്റെ അടിയിൽ വെറുതെ ഇരിക്കുകയായിരുന്നാ? കൊടുത്തു കഴിഞ്ഞാ ഉറങ്ങി? ആ ഓക്കെ ഓക്കെ ഓക്കെ. എടാ എടുക്കാടാ, കൊച്ചിനെ എടുക്ക. അത് മാറ്റി നീ. പിന്നെ അല്ല ഷെയ്ഡ് വന്നറാ കൊച്ചിന്. ആർ യു എക്സൈറ്റഡ്? നല്ല രസമാണ്. ആദ്യം പാറു കിടക്കാം. നന്ദുവേ ആർ യു റെഡി? ടെക്നിക്കൊക്കെ അറിയാല്ല ഗൈസ്. പാറു ഇതാ ഇറങ്ങാൻ പോവുകയാണ്. സാമ്പത്തികമായി പാറു ചേച്ചി പേടിയുണ്ടോ? മുഖത്തുണ്ട് പേടിയില്ല എന്നുള്ളത്. സുഹൃത്തുക്കളെ, നന്ദു പാറു വെള്ളത്തിനടിയിൽ കിടന്ന് കറങ്ങുമ്പോൾ ബേബി സിറ്റിംഗ് ഡ്യൂട്ടിയിലായിരിക്കുന്ന പാറു ചേച്ചി ട്രയൽ നോക്കിയാണ്. ഇതെന്തായാലും കൂട്ടുകാരുടെ പൊതിഞ്ഞു വെച്ചേ ഇതും കാണാൻ പാടില്ല. ഓക്കെ ബൈ. ഓക്കെ വരാം.
ആന്തൊറ്റടി അവനെ കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷൻ വന്നാ എന്നാ ഓടിക്കറി വാ അമ്മ. അമ്മ വാ. മദർലി ഇൻസ്റ്റിങ്സ് സുഹൃത്തുക്കളെ, മദർലി ഇൻസ്റ്റിങ്സ് ക്ലിക്ക് ചെയ്തിരിക്കുകയാണ്. നിനക്ക് ഫാദർലി ക്ലിക്ക് ആയിരുന്നു ആണല്ലേ? ഇല്ല ഇല്ല, കരഞ്ഞൊന്നുമില്ല. നമ്മൾ അവന് വാട്ടർ ബോട്ടിലൊക്കെ വെച്ച് പാട്ടൊക്കെ പാടി കൊടുത്ത്. നിന്നെ കണ്ടപ്പോഴാണ് ഇപ്പൊ കരച്ചിൽ വന്നത്. ഗൈസ്, പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കരക്കെത്തിയിരിക്കുകയാണ്. ഇവിടെ അടിപൊളിയായിരുന്നു കേട്ടാ. എന്താ നിങ്ങളുടെ സ്കൂബയുടെ പേര്? കിടിലം പരിപാടി, ഭയങ്കര രസമായിരുന്നു. താങ്ക് യു. ഇവിടെ അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു. നമ്മളെ ഞാൻ മറ്റേ ഈ സിനിമയിലും ടി വിയിലും ഒക്കെ മാത്രം കണ്ടിട്ടുള്ള ഒരു സാധനം കണ്ട് ഗൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. നമ്മളതിൻ്റെ അടുത്ത് ഇങ്ങനെ ആക്കുമ്പോൾ ബ്ലൂ എന്നും പറഞ്ഞ് അകത്ത് കയറിപ്പോകും. എന്തൊക്കെ കിട്ടിലും വൈൽഡ് ലൈഫാണ് ഗൈസ്, ഒന്നും പറയാനില്ല. തകർത്ത് ഗൈസ്. ഫ്രഷായി. ഒട്ടുക്കത്തെ വിശപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പ്. എനിക്കൊന്ന് കടലിൽ കുറേ നേരം വെള്ളത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വയറിന് എന്നെ മനസ്സിലാവണില്ല എന്താ സംഭവിക്കണേന്ന്. വിശക്കല്ലേ? ഓഫ്. ഗൈസ്, ഇന്ന് ഞങ്ങൾക്ക് സ്പെഷ്യൽ ഇവിടത്തെ ബിരിയാണിയാണ് റെഡിയാക്കി വെക്കണത്. ഓഫ് എൻ്റെ മോനെ. ചൂരയാണെന്ന് തോന്നാട്ടാ. ചൂര ബിരിയാണി. വാ, അതും ലക്ഷദ്വീപ് ഒത്തന്റിക്. ഓ, അന്തും പറഞ്ഞു റെഡി ആവണേ ഉള്ളൂ. നമുക്കാണെങ്കിൽ കണ്ണ് കാണാൻ വയ്യ. അവൻ പറഞ്ഞു പോയി കഴിയടാ, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. എന്തായാലും കുറച്ച് കഴിച്ചു നോക്കാം ഗൈസ്. ചൂര ബിരിയാണി. ഇത് ബിരിയാണി അല്ല, ഇറച്ചിച്ചോറിൻ്റെ ഒരു ടൈപ്പ് മീൻ ചോറ്. കൊള്ളാം, നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഇല്ലേ? ഇഷ്ടപ്പെട്ടാ? ഓക്കെ. വിശക്കണ കഴിച്ചിട്ട് നല്ല നല്ല ടേസ്റ്റ് തോന്നുന്നു. കഴിച്ചിട്ടാ ബ്രോ? ഇതിന്റെ പേരെന്തായിരുന്നു? ഇട്ട് ബന്ധത്. ഓക്കെ, ബന്ധത്. ഓക്കെ, അടിപൊളി സാധനം കേട്ടോ. താങ്ക് യു. തൈരും കിട്ടി. ഇനി പൊളിക്കാൻ നമ്മൾ ഉച്ചക്ക് ഇട്ട് ബന്ധതും കഴിച്ചിട്ട് ഞങ്ങൾ കുറേ നേരം റെസ്റ്റ് എടുത്ത് കഴിച്ചു. അപ്പോഴത്തേക്കും ഒരു മഴ വന്നു കേട്ടാ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സ്കൂട്ടികൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ബേബിയും കൂടെ ഉള്ളത് കൊണ്ട് ഒരു കാർ എടുത്തിരിക്കുകയാണ്. നമ്മളിനി എങ്ങോട്ടാ പോണ? ലഗൂൺ ബീച്ചും അത് കഴിഞ്ഞിട്ട് ഒരു ഫിഷ് ഗ്രില്ലും കൂടെ അടിക്കാനായിട്ട് ഞങ്ങൾ 7 കിലോമീറ്ററുള്ള ലക്ഷദ്വീപിൽ കാറിൽ പോവുകയാണ്. എടാ ഇതുവേ, നീ ഇതുവെല്ലാം കാണണ്ട. നിനക്ക് വേണ്ടിയാണ് ഈ സെറ്റപ്പ് ഒക്കെ ഞങ്ങൾ ചെയ്യണത്. ഓക്കെ, അവൻ പോത്തോലെ കിടന്ന് ഉറങ്ങുകയും ചെയ്തു. നമുക്ക് ആവശ്യമുള്ളപ്പോഴൊന്നും ഉറങ്ങൂല, ആവശ്യമില്ലാത്തപ്പോഴൊക്കെ ഉറങ്ങുകയും ചെയ്യും. കാണാൻ പറ്റുന്ന ബീച്ച് ഓക്കെ, അപ്പൊ അങ്ങോട്ട് പോട്ടെ. അന്താൻ ബീച്ചിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. ഇതാണ് സുഹൃത്തുക്കളെ അന്താൻ ബീച്ച്. ഇവിടെ ഒരു ചെറിയ സാധനത്തിൽ കയറി വർഷം ആടുന്നുണ്ട് കേട്ടോ. അത് കൊള്ളാല്ലേടാ? പക്ഷെ നല്ല നല്ല ഭംഗിയുള്ള സ്പോട്ടുകളാണ്. ഇത് മറ്റേ എന്തോ ഡോക്ക് കെട്ടിയതാണ്. അത് പക്ഷേ പണി പൂർത്തിയായില്ലെന്നോ. ആട്ടുതൊട്ടിലിൽ തള്ളിയിടല്ലേടാ. ഒരു തെങ്ങിലും ഒരു കയറിലും നിൽക്കുന്നതാണ് സുഹൃത്തുക്കളെ ഈ സംഭവം. നല്ല ഭംഗിയുള്ള ഒരു ബ്രിഡ്ജാണ്. ഒരു സ്വിങ് ഉണ്ട് കേട്ടാ, നല്ല രസമുണ്ടത്. ബേബി മൂൺ അല്ലേ? ഇതിനല്ലേ ബേബി മൂൺ എന്ന് പറയണത്? ഗർഭിണിയായിരിക്കുമ്പോ ഉള്ളതാണ്. അപ്പൊ പ്രസവിച്ച് കഴിയുമ്പോ ഉള്ളതാ ലേബർ കഴിഞ്ഞ മൂൺ. ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണി. ബന്ധമില്ലാത്ത എക്സ്പ്രഷനാണ് വർഷ ഇടുന്നത്. ഇതുപോലുള്ള ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ. യു ക്യാൻ കം ആൻഡ് എൻജോയ് ദിസ്. എടാ, നിന്റെ വെയിറ്റ് വെച്ച് നോക്കുകയാണെങ്കിലേ അവള് പറക്കൊന്നും ഇവിടെ. ഓ, നോക്കുമ്പോ ബീച്ച് ഇരിക്കും. ചിൽഡ്രൻസ് പാർക്ക് ഇരിക്കുന്ന 2 മുതുകുകൾ. ഗൈസ്, അടുത്തായിട്ട് നമ്മൾ എത്തിയ ബീച്ചല്ല, ബോട്ട് ചെട്ടി. ഹലോ, സുഖമായിട്ടിരിക്കാം. ഹലോ, നിങ്ങളൊക്കെ എവിടെ നിന്ന് വരിക? കോട്ടയത്ത് നിന്ന്. എത്ര ദിവസം ഇവിടെ വന്നിട്ട്? ആണോ? എങ്ങനെയുണ്ട് സ്ഥലം? ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾ ഇന്നലെ എത്തി. നൈസ് ടു മീറ്റ് യു. എടുക്കാലോ, പിന്നെന്താ. ഗൈസ്, ഇവിടെയാണ് സീ പ്ലെയിൻ വന്ന് ഇറങ്ങുന്നതെന്നാണ് മറ്റേ മച്ചാൻ പറഞ്ഞത്.
ഇവിടെ ഇഷ്ടം പോലെ പേർക്ക് ചൂണ്ട ഇടാനായിട്ടുള്ള സെറ്റപ്പുകളും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ നിന്ന് ചൂണ്ട ഇട്ട് പിടിച്ച മീനായിരിക്കും നമ്മൾ ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ പോകണം. നന്ദുവും വർഷയൊക്കെ അവിടെ പോയി. അവരെവിടെ പോയി? ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അയ്യോ ഗൈസ്, അവരപ്രത്യക്ഷരായി. പക്ഷേ എന്ത് രസം ഗൈസ്. വേണ്ട, ഈ കിടക്കുന്ന 2 ബോട്ട് കണ്ടോ ഗൈസ്? അത് രണ്ടും ഗവൺമെൻറ് പിടിച്ച് സീസ് ചെയ്ത ബോട്ടുകളാണ്. സീ അർച്ചിനില്ലേ, മറ്റേ ഉണ്ട വന്നിട്ട് കുറേ മുള്ളുകളുള്ള സാധനം. അപ്പോൾ ആ സീ അർച്ചിൻ നമ്മളവിടെ പിടിക്കുന്ന ഇല്ലീഗലാണ്. ഒരു സീ അർച്ചിന് ഏകദേശം 2000 രൂപ അടുപ്പിച്ച് വില വരും. അപ്പോൾ ഇത് രണ്ടും സീ അർച്ചിൻ തൂക്കിയതാണ്. ഓരോ ബോട്ടിൽ നിന്നും ഏകദേശം 2.5 കോടി രൂപയുടെ സീ അർച്ചിനാണ് ഇതിൻ്റെ അകത്തുനിന്ന് പൊക്കിയത്. എന്തോരം കഷ്ടപ്പെട്ടവന്മാർ പിടിച്ചതാണ്. നീ എവിടെ പോയിരുന്നടാ? ഫോട്ടോ ഒക്കെ എടുക്കണോണ്ട് ഞങ്ങൾ അങ്ങോട്ട് നിന്നതാണ്. ആണോ? എന്നിട്ട് എവിടെ? വർഷം ഒറ്റയ്ക്ക് അപ്പുറത്ത് നിൽക്കുക. ഞാൻ അവളെയും കൂടി വിളിക്കും. മഴ ആയതുകൊണ്ട് കൊച്ചിനെ ഇറക്കിയില്ലേടാ? ഇറക്കിയാ? എന്നിട്ട് എവിടെ? ആ വ്ളോഗർ പാറു. എടാ ഒരു ചൂണ്ട ഉണ്ടായിരുന്നു. ഇവിടെ ഒന്ന് ചൂണ്ട ഇടായിരുന്നല്ലേടാ? നമുക്ക് പക്ഷെ കിട്ടുവോടാ ഈ മീനൊക്കെ? ചൂണ്ട ഇടാനാ? ആ ഗൈസ്, ഇവിടെയാണ് സീ പ്ലെയിൻ വന്നിറങ്ങണം കേട്ടാ. സീ പ്ലെയിൻ്റെ ലാൻഡിങ് സ്ട്രിപ്പ് ഇവിടെ കണ്ടാണ്. പക്ഷെ എന്ത് ക്ലാരിറ്റി ഉള്ള വേണം. ഇവിടെയൊക്കെ ഇറങ്ങി കുളിക്കണുണ്ട് കേട്ടോ പിള്ളേർ. അവർക്ക് നല്ലവണ്ണം നീന്തൽ അറിയാം കേട്ടോ. ഇവിടെ നിന്ന് പക്ഷെ ഓടി വന്നൊരു ഡൈവ് അടിക്കാൻ പറ്റും കേട്ടോടാ. എന്തു നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നാളെ എങ്ങാനും വരാം. ഇവിടെ നിന്ന് ഡൈവ് അടിക്കട്ടെ പാറു? ഇന്ന് വേണ്ട. അല്ല, അവൻ ഡൈവ് അടിക്കണ്ട, അവന് നീന്തൽ അറിഞ്ഞൂടാ. ഹലോ, നമസ്കാരം. വ്യത്യസ്തമായ ഹെയർ സ്റ്റൈലാണല്ലോ. കൊള്ളാം, രസമുണ്ട് കാണാൻ. ഹലോ, ഇവിടുത്തെ കാരണം തന്നെയാണോ? അടിപൊളി, നൈസ് ടു മീറ്റ്. എന്താ പേര്? സീപ്ലെയിൻ്റെ. ആ ആ ഹാ. ഓ, ഇവിടെ വന്ന് ലാൻഡ് ചെയ്യും അല്ലേ? എത്ര പ്രാവശ്യം വന്നു ഇപ്പോൾ സീപ്ലെയിൻ ഇവിടെ? ഒരെണ്ണേ വന്നിട്ടുള്ളൂ അല്ലേ? ട്രെയിൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് വന്നു കഴിയുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും അല്ലേ? ഡയറക്റ്റ് ഇവിടെ നിന്ന് പ്ലെയിനിൽ കയറി അവിടെ ചെന്നിറങ്ങാമല്ലോ. ഓ, അത് വൈബായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഈ ജെട്ടി എക്സ്പ്ലോർ ചെയ്തിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നതായിരിക്കും. പക്ഷെ അതിന് മുന്നേ എൻ്റെ ഭാര്യ ഒന്ന് കണ്ടുപിടിക്കണമായിരുന്നു. ഒരു സെക്കൻഡ് കേസ്. ഇവിടെ ഉണ്ട് അണ്ണന്മാരൊക്കെ ഇവിടെ ചില്ലടിക്കുകയാണ്. ഹലോ സുഹൃത്തുക്കളെ, ഇതാ നിൽക്കുന്നു എൻ്റെ ഭാര്യ. ഭയങ്കര ക്ലാരിറ്റി ഉള്ള വെള്ളമാണല്ലേ? ആ, ഇവിടെ നിന്ന് ആക്ച്വലി ഞാൻ ഇവിടെ നിന്ന് ചാടാൻ വേണ്ടി പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ സൈഡിൽ പിള്ളേർ കിടക്കണം. ആ, അപ്പം നമുക്ക് നോക്കട്ടെ ഗൈസ്, നാളെ എങ്ങാനും വന്ന് ചാടാൻ പറ്റുമോ നോക്കാം. അത് മാത്രമല്ല, നമ്മുടെ എപ്പിക് ഡ്രോൺ ഷോട്ട് ഇതുവരെ എടുക്കാനായിട്ടുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടായിട്ടില്ല സുഹൃത്തുക്കളെ. ഇവിടെ ആക്ച്വലി ഇവിടെ പറത്താൻ പറ്റി. ഇന്ന് മഴയായതുകൊണ്ടാണ് ഞാൻ ഡ്രോൺ എടുക്കാത്തത്. നാളത്തെ വ്ളോഗിൽ ഇനി ഒരല്പം മേഘം മാറും, അപ്പം ഞാൻ ഡ്രോൺ ഷോട്ട് എടുക്കും ഗൈസ്. ഇവിടെ വരും, ഇവിടെ വന്നിട്ട് ഞാൻ പറത്തും. ഇവിടെ നിന്ന് ആക്ച്വലി പറത്താൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ ഒരു സ്ഥലം കൂടെ ഉണ്ട്, അവിടെ എന്തായാലും പെർമിഷൻ ഉള്ളതായിട്ട് മാപ്പിൽ ഞാൻ കണ്ട്. എന്തായാലും ഇനി നമ്മൾ പതുക്കെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകട്ടെ. എന്താ? എൻ്റെ പേര് കാർത്തിക്. ആ, ഉണ്ട്. നിങ്ങളെല്ലാം ഇവിടത്തുകാരാണോ? हाँ जी आप कहाँ से हो? गुजरात से? अच्छा, घूमने के लिए आए हो? नहीं, फिर बटालियन है। अच्छा, नेवी में? अच्छा, एयर पुलिस में? अच्छा, नाइस टू मीट यू आप सबको. ये गिफ्ट मिला था मुझे, 40,000 कुछ का पड़ता है. बढ़िया है ना? मतलब हाथ फ्री हो जाता है, कुछ भी करो. पता भी नहीं चलता. हाँ, ये रिकॉर्डिंग चालू है? हाँ जी. ये सुनाई देता है? हाँ, सुनाई भी देता है. मतलब ब्लूटूथ और कॉल भी कर सकता है. सब साथ में? हाँ जी. तब बोलेगा कोई पागल आदमी बात कर रहा है. अकेला होगा तो हाँ, ये क्या कर रहा है, ये बात करते जा रहा है. थैंक यू, बाय. ഓക്കെ, എന്താ പറഞ്ഞാ? നിനക്ക് മനസ്സിലായല്ലേ? ഇല്ല, അവരങ്ങനെ വിചാരിച്ചില്ല. അവര് ഞാൻ ഇത് കൈ പിടിച്ച് തിരിച്ചപ്പോഴേ അവർ കാര്യം കത്തി. ഓ, ഞാൻ തിരിച്ചു പിടിച്ച് വ്ളോഗ് ചെയ്തു. എന്തോ? ഹലോ, സുഖാണോ? വർഷേ സുഖമായിട്ടിരിക്കണം. നിങ്ങളൊക്കെ എവിടെ നിന്ന് വരിക? നിങ്ങൾ കോഴിക്കോട്? കോട്ടയം. അത് വേറെ ആയിരുന്നല്ലേ കോഴിക്കോട് ബാച്ച്. നെക്സ്റ്റ് മീറ്റ്. എന്ത് ചെയ്യാ നിങ്ങള്? പഠിക്കുക. ആ, ഓക്കെ. സന്തോഷമല്ലേ കണ്ടാല്? ശരി, ബൈ. അമ്മമാർ എന്തിനാ എൻ്റെ അടി കാണിക്കണത്? എന്തോ ചെയ്യുന്നുണ്ടോ അമ്മമാര്? ഓ, കല്ലിട്ട് പിടിക്കുകയാണ് കേട്ടാ.
കല്ലിട്ടിട്ടേ കുഞ്ഞാ. അത് ആരാദ്യം മുങ്ങിയെടുക്കുമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. ഇവിടെ ഇതേ കണക്കൊരു ഡൈവ് അടിക്കാൻ. നാളെ ഞാൻ ഈ ഡൈവ് അടിച്ചിരിക്കും. അടിച്ചിട്ട് എവിടെ ഇരിക്കും? ഇല്ല 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 നിലവെള്ളം ചവിട്ടി നിൽക്കുകയാണ്. ഗൈസ് അത് ഉറപ്പ് ലൊക്കേഷൻ കേട്ടാ. നാളെ അപ്പോൾ ഇവിടെ നിന്നൊരു ഡൈവ് ഉറപ്പ് പൊളിക്കും നമ്മള്. അടിക്കട്ടോ എൻ്റെ ഡൈവ്. രസമായിരിക്കും ഇല്ലേ? പെട്ടെന്ന് തന്നെ ജൽദി കറോ. എന്തിനാ ചെയ്യടാ? ഞാനിത് തിന്നപ്പോഴത്തേക്ക് ഇതിന്റെ ടേസ്റ്റ് കാരണം ഞാൻ പാർവതി കാര്യം മറന്നു. നോക്കിയ പാർവതി എനിക്കാ രണ്ടെണ്ണം കോമഡി തന്നെ. ഇപ്പൊ നോയിക്കോ, ആഹാരം കണ്ട ഞാനല്ല. അത് സത്യമാണ്. കിടുക്കാച്ച സാധനം. ഗൈസ് ഈ സ്പോട്ടിലാണ് നമ്മൾ ഇത്രയും ദൂരം വന്നത്. ഇവിടെ ഫ്രഷ് ഗ്രിൽഡ് ഫിഷ് നമ്മൾ നേരത്തെ പറഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. പിടിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ നേരെ ഗ്രില്ല് ചെയ്ത് അടിച്ച് തരയാണ് നമുക്ക്. എൻ്റെ മോനെ ഗൈസ്, ഇതാണ് മീൻ മസാല പുരട്ടി വെച്ചേക്കണത്. അവിടെ ആണ് അടുപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗ്രില്ല് ചെയ്യാൻ. പൊളിക്കും നമ്മളൊന്ന്. സുഹൃത്തുക്കളെ, നമ്മുടെ മീനുകളെല്ലാം നെടുകെ പൊളന്ന് ഗ്രില്ല് കയറ്റിയിരിക്കുകയാണ്. ഇതെന്താ പച്ച കളർ ഇരിക്കണത്? ഓ, പാരറ്റ് ഫിഷ് അല്ലേ? അത് ഹമൂർ. ഇത് നമ്മളേതൊക്കെയാ പറഞ്ഞേക്കണ? പാരറ്റ് ഫിഷ് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ ആണോ ഇതൊക്കെ? ഓക്കെ, പൊളിച്ച് തകർക്കും. ചേട്ടൻ്റെ പേരെന്താ? അബ്ദുൽ കലാം. പ്രസിഡന്റിന്റെ പേരാണല്ലോ. അടിപൊളി. അതെ. അല്ല എന്നാലും ആയിരുന്നോ? എന്തിന്റെ പ്രസിഡന്റാ? അടിപൊളി. പ്രസിഡന്റ് ഗ്രില്ല് ചെയ്ത ഫിഷാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. പൊളിക്കുന്ന്. എന്താടാ കേട്ടില്ല. ഈ മീനോ? അതിനെ തന്നെ പിടിച്ച് തിന്നുകയും ചെയ്യണം. കോറലിനെ പല്ല് വെച്ച് കൊടുക്കും. അത് വെറുതെ കിടക്കുമ്പോ കല്ല് പൊട്ടിക്കും. എടാ തിന്നണവനെ. കോറൽ നശിപ്പിക്കുന്ന സാധനമാണ്. ഓ, അപ്പൊ പിന്നെയാണ് തിന്നണം. ആണല്ലേ? കോറൽ തിന്നും. എടാ വെണ്ടേ, നിന്നെ ഇന്ന് ഞങ്ങൾ തിന്നുവടാ. അതിനെ തീർത്ത് കളയാം നമുക്ക്. ഒരു ദാക്ഷിണ്യം കൊടുക്കണ്ട. ഹലോ, നമസ്കാരം. അങ്ങനെയൊക്കെ ചെറിയ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. എന്തായാലും ഇവനെ ഇന്ന് നമ്മൾ തിന്നിരിക്കും. ഗൈസ്, നമ്മൾ വന്നപ്പോൾ ഇവിടെ ലോക്കലായിട്ട് പയ്യന്മാർ ചെയ്യുന്ന ഒരു ജിഗർ ദണ്ടയും ഒരു മാംഗോയും. ഇത് ഷെയ്ക്ക് പോലത്തെ ഒരു സാധനം അല്ലേ? പക്ഷെ സൂപ്പർ ടേസ്റ്റ് അല്ലേ? കാഫ്. നിങ്ങൾ ലക്ഷദ്വീപ് വരണമെങ്കിൽ ജിഗർ ദണ്ട ഇത് മസ്റ്റ് ട്രൈ ആണ് ഗൈസ്. മസ്റ്റ് ട്രൈ സാധനം. അവിടെ ഗ്രില്ല് അടക്കമാണ്. പാർവതി വ്ളോഗ് ചെയ്യുന്നു. ഞങ്ങൾ ഗ്രില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഇവനാണ് കോറൽ തീനി. കോറൽ തീനി ഇതിന്റെ പല്ല് കണ്ട. ഇത് വെച്ചാണ് കോറൽ കടിച്ചു പൊട്ടിക്കുന്നത്. അതെ, വൃത്തികെട്ടവൻ. നിന്നെ ഞാൻ തിന്നോടാന്നു. ആദ്യം നല്ല നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ട്. നന്ദു എടാ വാടാ. ഓ, സോഫ്റ്റ് ആണ് കേട്ടാ. മസാല എന്ത് ടേസ്റ്റ്? മീനിന്റെ ടേസ്റ്റാ? അങ്ങനെയല്ല, നമ്മളവിടെ കഴിക്കണ മീനിന്റെ നമ്മുടെ അവിടുത്തെ മസാല ടേസ്റ്റ് ചെയ്തോ. കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ സോഫ്റ്റ് ഗ്രില്ല്. ഞാൻ വന്നില്ലല്ലോ അതിനു മുന്നേ. അല്ല, നീ പറഞ്ഞതിന് മുന്നേ ഞാനും ടേസ്റ്റ് ചെയ്തു. വാടാ. ഇത് തീർന്നില്ല. ഇരിയടാ അവിടെ. ഇപ്പൊ നോയിക്കോ. ഉണ്ടായിരടി അവിടെ ഇരിടി. രണ്ടെണ്ണം കണക്കി തന്നെ. സൂപ്പർ ടേസ്റ്റ്. ഓക്കെ. അപ്പോഴത്തേക്കും ഞങ്ങൾ നമ്മൾ ആദ്യം കാണുമ്പോൾ തന്നെ ഓവർ കുക്ക്ഡ് ആണോ? അല്ല, പ്രൊഫഷണൽ ഫുഡ് റിവ്യൂവർ നന്ദു കൃഷ്ണൻ. ഇവിടെ അതല്ല, ഇത് ആദ്യം കഴിയടാ. ഒറ്റ കൺസേൺ എന്താന്ന് വെച്ചാൽ ഇതേതാ? ഹമൂർ. ഓക്കെ, താങ്ക് യു ചേട്ടാ. നമ്മളെ ഇതെന്ന് വെച്ചാൽ മസാല ടേസ്റ്റ് വരുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. എപ്പടി സ്വയംഭ സാധനല്ലേ? യമ്മി. ഷെൽഫിഷ് തിന്ന് വളർന്ന സാധനമാണ്. ഷെൽഫിഷാ എവിടെ? അതിപ്പോ ഒറ്റയ്ക്കിരുന്ന് തിന്ന തന്നെ ഞാനാണ് ഇപ്പൊ സെൽഫിഷ് എന്ന്. ഗൈസ്, ഫോണിന്റെ ചാർജിങ് പോർട്ടിനകത്ത് വെള്ളം കയറി. നമ്മളൊന്ന് സ്കൂബയ്ക്ക് പോയതുകൊണ്ട് ചാർജ് ആവണില്ല. ലൈറ്റ്നിങ് കേബിൾ ഡിറ്റക്ട് ചെയ്തുകൊണ്ട്. അതുകൊണ്ടാണ് ലാസ്റ്റ് ക്ലിപ്സൊക്കെ ഇതിലെടുത്തതിൻ്റെ ക്വാളിറ്റിയാണ് നിങ്ങൾ കണ്ടത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മെറ്റാ ക്ലാസ്സാണ് കേട്ടോ. അതായിരുന്നു ഗൈസ് ഇന്നത്തെ ഡേ. ഇന്ന് നമ്മൾ പ്ലാനൊക്കെ ചെയ്തു, പക്ഷേ മഴ അതിന് ബ്ലോക്കാക്കി. നാളെ
എങ്കിലും നമുക്ക് നമ്മുടെ എപ്പിക് ഡ്രോൺ ഷോട്ടും മറ്റേ ഫെറിയിൽ നിന്ന് ചാടുന്ന പരിപാടികളും കുറച്ച് കലാപരിപാടികളുണ്ട് നാളെ. ഇറ്റ്സ് ഗോണ ബി ബ്യൂട്ടിഫുൾ ഡേ. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ് ഗൈസ്. നാളെ വീണ്ടും കാണുന്നവരൊക്കെ ഇതേലെ ഇൻട്രോ ആണെന്നറിയോ, അല്ല ഔട്ട്രോ ആണെന്നറിയോ. ബൈ ബൈ സുഹൃത്തുക്കളെ. ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ് മുതുക് കൂത്താട്ടം. നിന്റെ കെട്ടിയതല്ലേ എടി ആട്ടി കൊടുത്താണോ ഞാൻ